യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ കേൾക്കുന്ന തിരുവചന ഭാഗം നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 18-ാം അധ്യായം 33-ാം തിരുവചനവും 19-ാം അധ്യായം 1-ാം തിരുവചനവും. കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്ന് നടത്തി ഭിക്ഷക്കാരനായി തീരരുത്. മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല. ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. തിരുവചനം വളരെ വ്യക്തമായ വാണിംഗ് ആണ് നമുക്ക് നൽകുന്നത്. പിതാവായ ദൈവം വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ്, നിന്റെ കയ്യിൽ ഒന്നുമില്ലാത്തപ്പോൾ, നീ ശൂന്യനായി നിൽക്കുന്ന സമയം മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി സുഭിക്ഷമായ വിരുന്നുകൾ നടത്തിയാൽ നീ ഭിക്ഷക്കാരനായി മാറും. നീ വീണ്ടും 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 മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടതായിട്ട് വരും. പിശാച് ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലൂടെ മനുഷ്യനെ തകർക്കുന്ന ഏറ്റവും വലിയ തിന്മയാണ് മദ്യപാനം. ഒരു തൊഴിലാളി തൻ്റെ ദിവസവേതനമെടുത്ത് മദ്യപാനത്തിന് കീഴടങ്ങുമ്പോൾ അവൻ ഒരിക്കലും ധനവാനാകാൻ പറ്റത്തില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം പറയുകയാണ്. പല ചെറിയ കാര്യങ്ങളും തൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് ശ്രദ്ധ കൊടുക്കാതെ അത് അവഗണിക്കുന്നവനും നശിക്കും എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇതെല്ലാം എങ്ങനെ ആത്മനിയന്ത്രണം പാലിക്കണമെന്നും എങ്ങനെ വിവേകത്തോടെ പെരുമാറണമെന്നും തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കയ്യിൽ സമ്പത്തില്ലാത്തപ്പോൾ കടം വാങ്ങാതിരിക്കുവാൻ, അത് ധൂർത്തടിക്കാതിരിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. മദ്യപാനമെന്ന ഏറ്റവും വലിയ തിന്മയെ നമുക്ക് നോ പറഞ്ഞ് ഉപേക്ഷിക്കാം. കുടുംബസമാധാനത്തിനായും സാമ്പത്തിക ഉയർച്ചയ്ക്കായും അത് വേണ്ടാന്ന് വയ്ക്കാം. ഈ തിരുവചനം നിങ്ങൾക്കെല്ലാവർക്കും വിവേകം നൽകുന്ന ഒരു തിരുവചനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മസംയമനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായത്താൽ ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.